നമസ്കാരം. സാഗരി റേസ് പ്ലസിന്റെ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരു പുതിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ടോപ്പിക്കിന്റെ പേര് ക്ലിനിക്കൽ പത്തോളജി എന്നാണ്. അപ്പൊ എന്താ ക്ലിനിക്കൽ പത്തോളജി? പോട്ടെ, എന്താ പത്തോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാത്തോജൻസിനെ പറ്റി പഠിക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ള ഒരു ശാസ്ത്രശാഖയാണ് നമ്മുടെ പത്തോളജി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ പത്തോളജി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സിനെയൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഡിസീസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതിനെയാണ് ക്ലിനിക്കൽ പത്തോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ അല്ലേ കാര്യം? ഓക്കെ, ഒന്നും കൂടെ പറയാം. ക്ലിനിക്കൽ പത്തോളജി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിനെ അനലൈസ് ചെയ്ത് അതിനെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ എന്ന് ഡയഗ്നോസിസ് ചെയ്യുന്നതിനെയാണ് ക്ലിനിക്കൽ പത്തോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എവിടെയാ ചെയ്യുന്നത്? നമ്മൾ വീട്ടിലാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പുറത്ത് എവിടെയെങ്കിലും ആണോ ചെയ്യുന്നത്? അല്ല, അത് നല്ലൊരു മെഡിക്കൽ സെറ്റപ്പിലാണ് ചെയ്യുന്നത്. ആ മെഡിക്കൽ സെറ്റപ്പിൽ നമ്മൾ എന്തെന്ന് വിളിക്കും? ലബോറട്ടറി എന്ന് വിളിക്കും. അപ്പോൾ ലബോറട്ടറി അനാലിസിസിലാണ്. അവിടെ നമ്മൾ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു കെമിക്കൽസിന്റെയും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സഹായത്തോടു കൂടി ബോഡി ഫ്ലൂയിഡ്സിന് നമ്മൾ എന്ത് ചെയ്യും? അനലൈസ് ചെയ്യും. ഡയഗ്നോസ് ചെയ്തിട്ട് ഡിസീസ് കണ്ടീഷൻ ഉണ്ടോ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി ഏതൊക്കെയാണ് ആ ഒരു ബോഡി ഫ്ലൂയിഡ്സ് വരുന്നത്? നമ്മളുടെ ബോഡിയിൽ എന്തുണ്ട്? ബ്ലഡ് ഉണ്ടല്ലേ, രക്തം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്, യൂറിൻ കൊടുക്കാറുണ്ട്, സ്റ്റൂള് കൊടുക്കാറുണ്ട്, സ്പ്യൂട്ടം, അതുപോലെ CSF, സെമൻ. CSF എന്താണ്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെയാണ് നമ്മൾ CSF എന്ന് പറയുന്നത്. അപ്പൊ അത് എവിടെ കാണും? നമ്മളുടെ ബ്രെയിനിന്റെ അകത്തും അതുപോലെ സ്പൈനൽ കോഡിന്റെ അകത്തും ഒക്കെ ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രസന്റ് ആയിരിക്കുന്ന ഫ്ലൂയിഡിന്റെ പേരാണ് എന്താ? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. നമ്മളുടെ ബ്രെയിനിന് വേണ്ട നറിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആരാണ്? CSF ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എങ്ങനെയാ ഡയഗ്നോസ് ചെയ്യുക? CSF-നെ പരിശോധിച്ചിട്ടാണ്. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്, മെനിഞ്ചസ് അറിയാലോ, നമ്മളുടെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് കാണുന്ന മെംബ്രെയിനെയാണ് നമ്മൾ മെനിഞ്ചസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ മെനിഞ്ചസിനൊക്കെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ വന്ന് ഇൻഫ്ലമേഷനോ എന്തൊക്കെയും ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഈ ഒരു CSF-നെ അനലൈസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ നമ്മളുടെ ബ്ലഡിന്റെ ഷുഗർ, അതുപോലെ കൊളസ്ട്രോൾ ലെവലൊക്കെ നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്യും? ബ്ലഡിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് യൂറിൻ ഉണ്ട്. നമ്മളുടെ എന്താണ്? യൂറിൻ പരിശോധിക്കാൻ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ, കിഡ്നി റിലേറ്റഡ് അസുഖങ്ങൾ വല്ലതും ഉണ്ടോ എന്നൊക്കെ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കും. അതുപോലെ നമ്മൾ എന്താണ്? ഈ ഇൻഡസ്റ്റൈൻ ഡിസീസസ്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ സ്റ്റൊമക്കിനകത്ത് എന്തെങ്കിലും ഒരു എന്താണ് ബ്ലഡിന്റെ ഒരു ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് സ്റ്റൂള് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ സ്പ്യൂട്ടം എന്തിനാണ്? എന്തെങ്കിലും ഒരു റെസ്പിറേറ്ററി ഡിസീസസ് ഉണ്ടോ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടോ കാര്യങ്ങളൊക്കെ നമുക്ക് സ്പ്യൂട്ടം പരിശോധിച്ചുകൊണ്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് വന്ന സെമൻ ആണ്. സെമൻ പരിശോധിച്ചാൽ എന്താണ്? നമ്മൾ സ്പേംസിന്റെ കൗണ്ട് അറിയാറുണ്ട്. എന്താണ്? എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? ചില ആൾക്കാർക്ക് എന്താണ് ഈ ഒരു റീപ്രൊഡക്ഷൻ സംബന്ധമായിട്ട് അസുഖങ്ങളൊക്കെ വരാറുണ്ട്. എന്താണ്? സ്പാമിന്റെ കൗണ്ട് കുറയുന്നത്, അതുപോലെ അയൺ കണ്ടന്റ് കൂടുന്നത്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് സ്പേം അല്ലെങ്കിൽ സെമൻ അനാലിസിസ് വെച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ക്ലിനിക്കൽ ലബോറട്ടറിയിൽ നമ്മൾ ഏതൊക്കെ സ്പെസിമെൻ ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈൻഡ് ഓഡ് വൺ ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തറിയണം? ഇത്രയും ആൾക്കാരുടെ പേര് അറിഞ്ഞാൽ മാത്രമേ ഓഡ് വൺ ഔട്ടും അല്ലെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ആരൊക്കെയാണ്? ബ്ലഡ്, യൂറിൻ, സ്റ്റൂൾ, സ്പ്യൂട്ടം, CSF, അതുപോലെ എന്താണ്? സെമൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഇതിനെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, ഏതൊക്കെ രീതിയിലുള്ള ഒരു അനലൈസിസ് മെത്തേഡ് ആണ് ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഫിസിക്കലാണ്. എന്താ ഫിസിക്കൽ മെത്തേഡ്? ഇപ്പൊ യൂറിനൊക്കെ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുമ്പോൾ അതിന് മുകളിൽ എഴുതിയേക്കും യൂറിന്റെ കളർ എങ്ങനെയാണ്, എന്താണ് മൈൽഡ് യെല്ലോ കളർ ആണോ അല്ലെങ്കിൽ ഡീപ്പ് യെല്ലോ കളർ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന രീതിയിൽ അത് ഒബ്സർവ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് ആ ഒരു കാര്യം അവിടെ എഴുതുന്നത്. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡ്, അതിന്റെ കമ്പോസിഷൻ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് എന്ത് ചെയ്യും? ഒരു കെമിക്കൽ മെത്തേഡ് വഴി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ സിറം പരിശോധിച്ചുകൊണ്ട് നമുക്ക് സിറോളജിക്കൽ, അതുപോലെ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ വെച്ചുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ സ്പെസിമെനും ഓരോ രീതിയിലായിരിക്കും അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യും? ഇത് എവിടെ വെച്ച് നടക്കുന്നത്? ലബോറട്ടറിയിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. നമുക്ക് എടുത്ത് വീട്ടിൽ വെച്ച് പരിശോധിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെയും അതുപോലെ നമ്മുടെ എന്താണ് ലബോറട്ടറിയിലെ കെമിക്കൽസിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ?
ആണല്ലോ. നെക്സ്റ്റ് പറയുന്നത് ക്ലിനിക്കൽ പത്തോളജിയുടെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് ക്ലിനിക്കൽ പത്തോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൈൻ തോന്നുകയാണ്. ഇപ്പോൾ ചില ആൾക്കാർ തലകറക്കം ഉണ്ടാവാറുണ്ട്. അപ്പൊ പോയിട്ട് എന്ത് ചെയ്യും, ആദ്യം ഒന്ന് BP ചെക്ക് ചെയ്യും, അതിനുശേഷം ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ഷുഗർ കണ്ടന്റ്, കൊളസ്ട്രോൾ കണ്ടന്റ് ഒക്കെ നോക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് കയറിയാൽ വരെ ആയിപ്പ് തുടങ്ങും. അത് എന്തുകൊണ്ടാണ്? കൊളസ്ട്രോൾ കണ്ടന്റ് ഒക്കെ കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അങ്ങനെ ആയിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, ലബോറട്ടറി പോയിട്ട് നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് അവിടെ പോയി അനലൈസ് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നമുക്ക് ഡയഗ്നോസ് ചെയ്ത് കിട്ടും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്ത് തന്നെയാണ്? ക്ലിനിക്കൽ പത്തോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്ക് നമ്മളുടെ ബോഡി കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ എന്നുള്ളത് ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പറഞ്ഞ റിപ്പോർട്ടിംഗ് ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ അസുഖമുണ്ടോ നോക്കാൻ പോയിട്ട് അസുഖമുണ്ടെങ്കിൽ മാത്രമാണോ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്? അല്ല, നോർമൽ ഫൈൻഡിങ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? റിപ്പോർട്ട് അവർ തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇനി അബ്നോർമൽ ഫൈൻഡിങ്സ് ഒന്നും ഇല്ല എങ്കിൽ അവർ എന്ത് ചെയ്യണം? ഒരു അബ്നോർമൽ ഫൈൻഡിങ്സും ഇല്ല, ആബ്സെൻസ് ഓഫ് അബ്നോർമാലിറ്റീസിന്റെ റിപ്പോർട്ട് തരണം. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് റിസൾട്ട് മാത്രമല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടും ആര് തരണം? ഈ ഒരു ലബോറട്ടറി തരണം. അതൊരു ആശ്വാസമല്ലേ കേൾക്കുമ്പോൾ? ഓക്കെ, നമ്മൾ പ്രതീക്ഷിച്ച അസുഖമൊന്നും ഇല്ല, ഒരു പ്രശ്നം ഇല്ല എന്ന് അറിയുമ്പോൾ ഒരു ആശ്വാസമല്ലേ? അപ്പോൾ ഒരു ഫൈൻഡിങ്സ് നോർമൽ ആണെങ്കിലും അബ്നോർമൽ ആണെങ്കിലും എന്ത് ചെയ്യുക? ഫൈൻഡിങ്സ് തരിക. ലിമിറ്റേഷൻ പറയുന്നത് എന്താണ്? ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഓട്ടോമേഷൻ, ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡിവൈസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഓട്ടോമേഷൻ എറർ സംഭവിക്കുകയോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ ഒരു ലൈറ്റ് സെൻസിറ്റിവിറ്റി ഇല്ലാണ്ടാവുകയോ അല്ലെങ്കിൽ എന്താണ് എൻസൈം ആയിട്ടുള്ള റിയാക്ഷൻ ആബ്സെന്റ് ആവുകയോ ഒക്കെ ചെയ്താലേ നമുക്ക് അവിടെ എന്ത് കിട്ടില്ല? ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ ലിമിറ്റേഷൻ പറയുന്ന അതാണ്. എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടില്ല. അല്ലാത്ത പക്ഷം നമുക്ക് എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് അവിടെ നിന്ന് കിട്ടും. നെക്സ്റ്റ് പറഞ്ഞ അഡ്വാൻസസ് ഇൻ ടെക്നോളജി ആണ്. അപ്പോൾ ഓരോ ടെക്നോളജീസ് വരുന്നതനുസരിച്ച് പുതിയ പുതിയ ഓരോ എക്യുപ്മെന്റ്സ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എന്താണ്? അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടും കിട്ടും. അപ്പൊ അതിൽ പറയുന്നൊരു ടെക്നിക്കാണ് ഫൈബ്രോ ഒപ്റ്റിക് ടെക്നിക്സ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പിൻ പോയിന്റ് ആയിട്ടുള്ള കാര്യം കിട്ടും. പിൻ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പൊ നമ്മള് ചെറിയപ്പം ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ, നമ്മൾ തൈറോയ്ഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഫൈൻഡിങ്സ് അവർ എഴുതരും 13.05 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതരും. അപ്പൊ ആ ഒരു 0.5 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അത്രയും പിൻ പോയിന്റ് ഒബ്സർവേഷൻ നമുക്ക് അവിടെ കിട്ടുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ സാമ്പിൾസ് ഒക്കെ പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? അങ്ങനെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഫൈബ്രോ ഒപ്റ്റിക് ടെക്നിക്സ് പോലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് ഉപയോഗിച്ച് നമുക്ക് പിൻ പോയിന്റ് ഒബ്സർവേഷൻ കിട്ടുന്നതാണ്. പക്ഷെ ചില സാമ്പിൾസ്, അതായത് ഇപ്പോൾ സ്പ്യൂട്ടം, സ്റ്റൂൾ, അതുപോലെ യൂറിൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ്? കൂടുതലും ഒരു ബേസിക് അനലൈസിസ് ചെയ്യും. അത് കാണാൻ എങ്ങനെയാണ്, അതിന്റെ എന്താണ് കോമ്പോസിഷൻ എങ്ങനെയാണെന്നുള്ളൊരു ബേസിക് അനലൈസിസ് അവിടെ അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് പറഞ്ഞ സിഗ്നിഫിക്കൻസ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗിലാണ്. ഇപ്പൊ സാധാരണഗതിയിൽ ഒരു ലബോറട്ടറി സംഭവങ്ങളെല്ലാം നമുക്കൊരു ഹോസ്പിറ്റലിന്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിനകത്തൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ അത് എന്തിനാന്ന് വെച്ചാൽ ഈസി സാമ്പിൾ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഹോസ്പിറ്റലിനകത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സാമ്പിളിന് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. കാരണം പേഷ്യൻസ് വന്നുകൊണ്ടിരിക്കും, അവർക്ക് ഇങ്ങനെ ഓരോ ഡയഗ്നോസിന് വേണ്ടിയിട്ട് ഓരോ റിസൾട്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ലബോറട്ടറി ഹോസ്പിറ്റൽ സെറ്റിങ്ങിനകത്താണെങ്കിൽ അവിടെ സാമ്പിൾസ് എന്തായിരിക്കും? കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു ഡോക്ടേഴ്സിന് അല്ലെങ്കിൽ അവരുടെ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ലാബിന്റെ ഒക്കെ റിസൾട്ട് അനിവാര്യമാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റൽ സെറ്റിങ്ങിനകത്ത് ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നെക്സ്റ്റ് വന്ന എഡ്യൂക്കേഷണൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ ഒരു നമ്മൾ എങ്ങനെയെങ്കിലും എന്തെങ്കിലും അറിയാം, ഓക്കെ എനിക്ക് മൈക്രോസ്കോപ്പിൽ നോക്കാൻ അറിയാം, അല്ലെങ്കിൽ എനിക്ക് യൂറിനൊക്കെ നേരെ കണ്ണുകൊണ്ട് നോക്കി ഫിസിക്കൽ ഒബ്സർവേഷൻ ഒക്കെ ചെയ്യാൻ അറിയാം എന്ന് വെച്ചിട്ട് നമുക്ക് പോയി ലാബിൽ ഇരിക്കാനൊന്നും പറ്റില്ല. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള കരിക്കുലം ബേസ്ഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കണം. അതിനെപ്പറ്റി നല്ല അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലബോറട്ടറിയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് അനലിറ്റിക്കൽ ടെസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? മാനുവൽ ടെസ്റ്റ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ റിയാക്ഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ ഫിസിക്കൽ ഒബ്സർവേഷൻ, മൈക്രോസ്കോപ്പി, അതുപോലെ എന്താണ് കെമിക്കൽ സ്ക്രീനിങ് കാര്യങ്ങളൊക്കെ ഒരു അനലിറ്റിക്കൽ ടെസ്റ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ്? ഒരു യൂറിൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു യൂറിൻ സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ ഒബ്സർവേഷൻ, അതിന്റെ കളറ് മുതൽ നമ്മൾ എന്ത് ചെയ്യുക? ആ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വേണം പോവാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ബാക്കിയുള്ള ടെസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് കൊടുക്കാനായിട്ട്.
ഇനി ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ സാമ്പിൾ കളക്ഷൻ ആണ്. അപ്പോൾ സാമ്പിൾ കളക്ട് ചെയ്യണം. അപ്പൊ എനിക്കൊരു ലബോറട്ടറി ഉണ്ട്. അപ്പൊ ഞാൻ ലബോറട്ടറിയിൽ ഇരുന്നിട്ട് ഓരോ ആൾക്കാർ വഴിയെ പോകുമ്പോഴത്തേക്ക് ഇങ്ങ് കയറി ഞാൻ രക്തം കുത്തിയെടുക്കാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ പോയി കുത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഇതിനൊക്കെ ഓരോ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഓരോ ലോ പാലിച്ച് അല്ലെങ്കിൽ ഓരോ നിയമവശങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സാമ്പിൾ കളക്ഷൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതിൽ ഫസ്റ്റ് പറയുന്ന ഒരു ഗൈഡ് ലൈൻ ആണ് കളക്ട് സ്പെസിമെൻസ് ഇൻ പ്രോപ്പർ കണ്ടെയ്നർ. അപ്പൊ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ആണ് ഉള്ളത്, അല്ലെങ്കിൽ എനിക്കിപ്പോ മഞ്ഞ അടപ്പുള്ള കണ്ടെയ്നർ ആണ് ഇഷ്ടം, ഞാൻ അതിൽ മാത്രമേ എന്റെ സാമ്പിൾ എടുക്കൂ, നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. അപ്പൊ സ്പെസിമെൻസ് എടുക്കുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ മാത്രം എന്ത് ചെയ്യുക? സ്പെസിമെൻസ് എടുക്കുക. ആ ഒരു കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്താണ്? വൈഡ് മൗത്ത് ആയിരിക്കണം. എന്താണ്? അതിന്റെ വാവട്ടം വലുതായിരിക്കണം. സാമ്പിൾ എടുക്കാനുള്ളതാണ്. അപ്പൊ അതിന് സൂചിയുടെ ദ്വാരം അനുസരിച്ചുള്ള വാവട്ടം പോരാ. പകരം എന്താണ്? വൈഡ് മൗത്ത് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം. പിന്നെ സ്പിൽ ഫ്രീ ആയിരിക്കണം. സ്പിൽ ഫ്രീ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ നമ്മളിത് നമ്മളുടെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ചില ആൾക്കാർ ഇപ്പോൾ രാവിലെ എണീറ്റ് ഉടനെ യൂറിൻ സാമ്പിൾ എടുക്കാൻ പറയും. അപ്പൊ ആ യൂറിൻ സാമ്പിൾ രാവിലെ എണീറ്റ് ഉടനെ ആയിരിക്കും എടുക്കുന്നത്. അപ്പൊ അത് എടുത്തിട്ട് പിന്നെ നമ്മൾ എവിടെ കൊടുക്കണം? ലബോറട്ടറിയിൽ പോയി കൊടുക്കണം. അപ്പൊ ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ലബോറട്ടറിയിൽ എത്തുന്നവരേക്കും ഇത് എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. അപ്പൊ സ്പിൽ ഫ്രീ ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ആയിരിക്കണം. ഇനി ഡിസ്പോസിബിൾ ആയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം. അപ്പൊ നമുക്ക് തോന്നിയ പോലെ ഒന്നും നമ്മൾ സാമ്പിൾ കളക്ട് ചെയ്യാൻ പറ്റില്ല. സാമ്പിൾ കളക്ഷന്റെ ഫസ്റ്റ് ഗൈഡ് ലൈൻ തന്നെ പറയുന്നത് എന്താണ്? കളക്ട് സ്പെസിമെൻ ഇൻ പ്രോപ്പർ കണ്ടെയ്നർ. കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കണ്ടെയ്നേഴ്സിൽ വേണം സാമ്പിൾ എടുക്കാൻ. എങ്ങനെയാണ് ആ കണ്ടെയ്നേഴ്സ് വരുന്നത്? വൈഡ് മൗത്ത് ആയിരിക്കണം, നല്ല വാവട്ടമുള്ളതായിരിക്കണം, സ്പിൽ ഫ്രീ ആയിരിക്കണം, ഡിസ്പോസിബിൾ ആയിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞത് ലേബൽ ദ സ്പെസിമെൻ. ആ സ്പെസിമെൻ നമ്മൾ കളക്ട് ചെയ്ത സാമ്പിളിനെയാണ് സ്പെസിമെൻ എന്ന് പറയുന്നത്. ആ സ്പെസിമെൻ എന്ത് ചെയ്യുക? കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യുക. എന്താ ലേബൽ ചെയ്യേണ്ടത്? നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് യൂറിൻ എന്ന് മാത്രം എഴുതിയാൽ മതിയോ? പോരാ. അത് പേഷ്യന്റിന്റെ പേര്, ഇത് ആരുടേതാണ്, ആൾക്ക് എത്ര വയസ്സുണ്ട്, മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്ന് എഴുതണം. അത് എന്ന് കളക്ട് ചെയ്തു, ഏത് സമയത്ത് കളക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ലേബൽ ചെയ്യണം. അപ്പൊ ലേബൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നെയിം ഓഫ് പേഷ്യന്റ്, പേഷ്യന്റിന്റെ പേര് ലേബൽ ചെയ്യണം. ടൈപ്പ് ഓഫ് സ്പെസിമെൻ, എന്ത് തരം സ്പെസിമെൻ ആണ്, ബ്ലഡ് ആണോ, സ്പ്യൂട്ടം ആണോ, സെമൻ ആണോ എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യുക. ID നമ്പർ, അതുപോലെ എന്താണ് ഡേറ്റ് ആൻഡ് ടൈം ഓഫ് കളക്ഷൻ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു സാമ്പിളിന്റെ പുറത്ത് ലേബൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് പറഞ്ഞ എന്താണ്? പ്രോപ്പർ പ്രോട്ടോകോൾ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പെസിമെൻ. സ്പെസിമെൻ നമ്മൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ട് എല്ലാവരെയും കാണിച്ചോണ്ടാണോ പോകുന്നത്? അല്ല. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് മാത്രം അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുക. അതിപ്പോൾ ലബോറട്ടറി സെറ്റപ്പിൽ കളക്ട് ചെയ്യുന്ന സ്പെസിമെൻ ആണെങ്കിൽ പോലും ഇപ്പൊ ചില ലാബുകളിൽ തൈറോയ്ഡ് ടെസ്റ്റ് അവിടെ കാണില്ല. അവരെന്ത് ചെയ്യും? ബ്ലഡ് അവിടെ കളക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അവരെല്ലാം കൂടെ മേടിച്ചൊരു പ്ലാസ്റ്റിക് കാരിയർ ബാഗിൽ ഇട്ട് കൊടുക്കോ? അതാ ഇത്രയും സാമ്പിൾസ് ഉണ്ട്, നിങ്ങൾ കൊണ്ടുപോകുന്നു പറയോ? ഒരിക്കലും ഇല്ല. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉണ്ട്, അത് പാലിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എന്താ പറയുന്നത്? കീപ് ദ സാമ്പിൾസ് റെഡി ഫോർ ദ അനാലിസിസ്. അവിടെ അനലൈസിങ് മെത്തേഡ് തുടങ്ങി കഴിഞ്ഞു, അല്ലെങ്കിൽ അവിടെ പ്രൊസീജിയർ സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഓക്കെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് സാമ്പിൾ ഇപ്പൊ കൊണ്ടുവരുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അവിടെ എന്താണ്? കറക്റ്റ് റെഡി ആയിരിക്കണം. നമ്മൾ ലാബിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, അവർ ആ ടെസ്റ്റ് ട്യൂബ് ട്രേക്കകത്ത് ടെസ്റ്റ് ട്യൂബ്സ് ഇങ്ങനെ ലേബൽ ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലാതെ അവർ ടെസ്റ്റിങ് തുടങ്ങി ടെസ്റ്റ് ചെയ്യേണ്ട ആള് വന്നിട്ടല്ല അവർ സാമ്പിൾ എടുക്കാൻ ഓടുന്നത്. കറക്റ്റ് ആയിട്ട് ആ അനലൈസിങ് തുടങ്ങുന്ന സമയത്ത് സാമ്പിൾ അവിടെ എന്തായിരിക്കണം? റെഡി ആയിരിക്കണം. ഇങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് എല്ലാം നമ്മൾ എന്തിൽ പാലിക്കണം? സാമ്പിൾ കളക്ഷനിൽ പാലിക്കണം. അപ്പൊ അത് നമ്മൾ ഫസ്റ്റ് അനലൈസിസ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് യൂറിൻ അനാലിസിസ് ആണ്. അപ്പൊ യൂറിൻ അനാലിസിസ് സാധാരണ കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്നവരാണ്. എന്തിനാണ്? അവരുടെ യൂറിൻ കമ്പോസിഷൻ നോക്കിയിട്ട് പ്രശ്നങ്ങൾ, ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ നോക്കാറുള്ളതാണ്. അപ്പോൾ യൂറിൻ എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺ സ്പെസിമെൻ ആണ്. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ ഏറ്റവും കൂടുതൽ വരുന്നതും ഒരു പക്ഷേ എന്തായിരിക്കും? യൂറിനും ബ്ലഡും ആയിരിക്കും. ഓക്കെ. അപ്പൊ യൂറിൻ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ റയർ ആയിട്ട് നടക്കുന്ന ഒരു അനാലിസിസ് അല്ല. എന്താണ്? നല്ല പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു അനാലിസിസ് ആണ് യൂറിൻ അനാലിസിസ്. അപ്പൊ യൂറിൻ എവിടെ നിന്ന് ഫോം ചെയ്യും? യൂറിൻ അനാലിസിസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ യൂറിനെ പറ്റി സംസാരിക്കണമല്ലോ. അപ്പൊ യൂറിൻ ഫോം ചെയ്യുന്നത് ആരാണ്? കിഡ്നിയാണ്. നമുക്ക് എത്ര കിഡ്നി ഉണ്ട്? 2 കിഡ്നീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ കിഡ്നീസിൽ നിന്നാണ് യൂറിൻ ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ ബോഡിയിൽ വരുന്ന ബ്ലഡ് എല്ലാം എന്ത് ചെയ്യും? പ്യൂരിഫൈ ചെയ്തിട്ട് അതിനകത്തുള്ള വെള്ളത്തിനെല്ലാം പ്യൂരിഫൈ ചെയ്തിട്ട് വേസ്റ്റ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? യൂറിൻ വഴി വാഷ് ഔട്ട് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ
യൂറിൻ ഫോർമേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ്, അപ്പോൾ അത് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ യൂറിൻ ഫോം ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള 90% വെള്ളം എന്ത് ചെയ്യാണ്, അവർ ഫിൽട്ടർ ചെയ്ത് വെച്ചേക്കാണ് കിഡ്നി, എന്നിട്ട് അതെല്ലാം പുറത്തേക്ക് കളയാൻ വെച്ചേക്കാണ്. പക്ഷെ നമ്മളിപ്പോൾ അകത്തേക്ക് എടുക്കുന്ന വെള്ളം ഫുള്ള് കിഡ്നി പുറത്തേക്ക് യൂറിനാക്കി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ഡീഹൈഡ്രേഷൻ വരും. നമ്മളുടെ ബോഡിയിലെ ജലാംശം നഷ്ടപ്പെട്ടിട്ട് നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ യൂറിൻ എല്ലാം ഫോം ചെയ്ത് യൂറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ പകുതി വെള്ളവും തിരിച്ച് ബോഡി അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കി കണ്ടൻസ്ഡ് ആയിട്ടുള്ള പുറത്തേക്ക് കളയാനുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ഉൾപ്പെടെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഈ ഒരു യൂറിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ആ യൂറിൻ കളക്ട് ചെയ്തിട്ട് നടത്തുന്ന അനാലിസിസ് ആണ് ഏത്, യൂറിൻ അനാലിസിസ്. അപ്പൊ യൂറിൻ അനാലിസിസ് ചെയ്യുന്നത് വഴി നമുക്ക് എന്തൊക്കെ കിട്ടും, ഇൻഫോർമേഷൻ എബൌട്ട് ഏതിനെയൊക്കെ പറ്റിയുള്ള ഇൻഫർമേഷൻ പറ്റും, കിഡ്നിയെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടും. കാരണം എന്താണ്, കിഡ്നിയിൽ നിന്നാണ് യൂറിൻ ഫോം ചെയ്ത് വരുന്നത്. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന് നമുക്ക് ആ ഒരു യൂറിൻ വരുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലിവർ ഡിസീസസ്. ലിവറിൽ നിന്ന്, കാരണം നമ്മളുടെ അബ്ഡോമൻ ഏരിയയിൽ ലിവർ ഉണ്ടല്ലോ, ലിവറിൽ നിന്ന് ബൈൽ പിഗ്മെന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിവറിലുള്ള ചെറിയ ചെറിയ ഡിസ്ഫങ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തറിയാൻ പറ്റും, യൂറിൻ അനാലിസിസ് വഴി അറിയാൻ പറ്റും. നെക്സ്റ്റ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് അറിയാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മളുടെ ബോഡിയിൽ എന്താണ്, എന്തെങ്കിലും ഒരു മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഉണ്ടെന്ന് വെച്ചോളൂ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കാര്യങ്ങൾ, മെറ്റബോളിക് ഡിസോർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ എങ്ങനെ അറിയാൻ പറ്റും, യൂറിൻ അനാലിസിസ് വഴി അറിയാൻ പറ്റും. നെക്സ്റ്റ്, ഇൻഫെക്ഷൻസ് അറിയാൻ പറ്റും, UTI യൂറിനറി ട്രാൻസ്മിറ്റ് ഇൻഫെക്ഷൻസ് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻഫെസ്റ്റേഷൻ അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു പാരസൈറ്റിക്കിന്റെ പ്രശ്നം നമുക്ക് ഉണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് ഏത് വഴി അറിയാൻ പറ്റും, യൂറിൻ അനാലിസിസ് വഴി അറിയാനായിട്ട് പറ്റും. ഇനി യൂറിൻ അനാലിസിസ് കോമൺ ആയിട്ട് ലേഡീസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അറിയുന്നുണ്ട്. പ്രഗ്നൻസി എങ്ങനെയാണ്, നമ്മൾ ആ പ്രഗ്നൻസി കാർഡ് മേടിച്ചിട്ട് എന്ത് ചെയ്യും, യൂറിൻ ഡ്രോപ്സ് ഒഴിക്കും. അപ്പൊ HCG-യുടെയൊക്കെ അളവ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, ഡബിൾ ലൈൻ വരും. ഡബിൾ ലൈൻ മീൻസ് പ്രഗ്നൻസി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സിംഗിൾ ലൈൻ ആണെങ്കിൽ എന്താണ്, നെഗറ്റീവ് പ്രഗ്നൻസി ആണ്. ഓക്കെ, പ്രഗ്നൻസി നമുക്ക് എന്ത് വെച്ച് അറിയാൻ പറ്റും, യൂറിൻ അനാലിസിസ് വഴി അറിയാൻ പറ്റും. എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്, എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ അവിടെ ആരാണ്, ഹോർമോൺസ് ആണ് വരുന്നത്. എന്തെങ്കിലും ഹോർമോൺ ഡിസ്ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് യൂറിൻ അനാലിസിസ് വഴി അറിയാൻ പറ്റും. ഡ്രഗ് ഓവർഡോസ്, എന്തെങ്കിലും ഒരു മെഡിസിൻ നമ്മൾ ഓവർഡോസ് ആയിട്ട് കഴിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അറിയാനായിട്ട് പറ്റും. അപ്പൊ അത് ഓവർഡോസ് അല്ല എങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ അയൺ ടാബ്ലറ്റ്സ് കൺസ്യൂം ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം യൂറിനേറ്റ് ചെയ്യുമ്പോൾ നല്ല ബ്രൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ള ഒരു യെല്ലോ കളർ ആയിട്ടായിരിക്കും യൂറിൻ പോകുന്നത്. കാരണം നമ്മൾ എന്താണ്, അയൺ ടാബ്ലറ്റ്സ് എടുത്തതിന്റെ ഒരു ലക്ഷണമാണ് ആ കാണിക്കുന്നത്. അത് ഡ്രഗ് ഓവർഡോസ് അല്ല എങ്കിലും ഞാൻ ആ ഒരു യൂറിന്റെ കാര്യം പറഞ്ഞപ്പോൾ മെൻഷൻ ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഡ്രഗ് ഓവർഡോസ് ഉണ്ടോന്നും ഏത് വെച്ച് അറിയാൻ പറ്റും, യൂറിൻ അനാലിസിസ് വെച്ച് അറിയാനായിട്ട് പറ്റും. ഇനി യൂറിൻ അനാലിസിസിന്റെ സിംപ്ലിസിറ്റി തന്നെ എന്തുകൊണ്ടാണ്, പെട്ടെന്ന് അവൈലബിൾ ആണ്. കാരണം ഇത് നോർമൽ ഫിസിയോളജിക്കൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ് ആയതുകൊണ്ട് നമുക്ക് യൂറിൻ എപ്പോഴും വേണമെങ്കിലും കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്, വളരെ പൈസ കുറവാണ്. യൂറിൻ ടെസ്റ്റിന് ഏകദേശം ഒരു 200 രൂപയ്ക്കകത്തേ ആകുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് വരുമ്പോൾ യൂറിൻ അനാലിസിസ് എന്ന് പറയുന്നതാണ് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അനാലിസിസ് മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയൊക്കെ യൂറിൻ സ്പെസിമെൻ വരുന്നുണ്ടെന്നാണ്. ഇപ്പൊ യൂറിൻ സ്പെസിമെൻ, ടൈപ്പ് ഓഫ് യൂറിൻ സ്പെസിമെൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ടൈപ്പ് റാൻഡം സ്പെസിമെൻ ആണ്. ഇപ്പൊ റാൻഡം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്, നമ്മൾ കുഞ്ഞിലേക്ക് പഠിച്ചിട്ടുണ്ട്, ഒരു പെട്ടി നിറയെ കുറെ ബോൾസ് ഇട്ടിട്ടുണ്ട്, നമ്മൾ ഒന്നും നോക്കാതെ ഇങ്ങനെ ജസ്റ്റ് കൈയിട്ട് ഇളക്കിയിട്ട് ഒരു ബോൾ എടുക്കുന്നതിനെയാണ് നമ്മൾ റാൻഡം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ റാൻഡം സ്പെസിമെൻ എന്ന് പറയുമ്പോൾ എന്താണ്, കളക്ടിങ് എനി ടൈം ഡ്യൂറിങ് ദ ഡേ, ഒരു ദിവസത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും കളക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാൻഡം സ്പെസിമെൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് യൂഷ്വലി കളക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, റുട്ടീൻ സ്ക്രീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളുടെ കോമ്പോസിഷൻ ഓഫ് യൂറിൻ ഓരോ ദിവസവും എന്താണ്, ഓരോ രീതിയിലായിരിക്കും വരുന്നത്. രാവിലത്തെ പോലെ ആയിരിക്കില്ല ഉച്ചയ്ക്ക് വരുന്നത്. ഏറ്റവും കോൺസെൻട്രേറ്റഡ് യൂറിൻ ഒക്കെ വരുന്നത് രാവിലെ സമയത്തായിരിക്കും, ഉച്ചയ്ക്ക് അങ്ങനെ ആയിരിക്കില്ല, വൈകിട്ട് അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ ഓരോ സമയവും ഓരോ രീതിയിലായിരിക്കും യൂറിന്റെ കോമ്പോസിഷൻ ഒക്കെ വരുന്നത്. അപ്പൊ ആ ഒരു റുട്ടീൻ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾക്കാണ് ഈ ഒരു റാൻഡം സ്പെസിമെൻ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്, നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാൻഡം സ്പെസിമെൻ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തേത് 24 hour സ്പെസിമെൻ ആണ്. അപ്പൊ ഈ 24 യൂറിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഒരു സ്പെഷ്യൽ കണ്ടെയ്നറിനകത്ത് ആ ഒരു 24 hour എന്ത് ചെയ്യും, യൂറിൻ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇപ്പൊ നമ്മൾ യൂറിൻ ബാഗ് ഒക്കെ ഇടുന്ന പേഷ്യൻസിനാണെങ്കിൽ അറിയാൻ പറ്റും, ഓരോ മിനിറ്റിലും എന്ത് ചെയ്യും, ഓരോ ഡ്രോപ്സ് ഓഫ് യൂറിനായിട്ട് ഈ ഒരു ബാഗിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും.
അപ്പോൾ ആ വന്നുകൊണ്ടിരിക്കുന്ന യൂറിൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുന്ന യൂറിൻ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, കൂൾ ചെയ്തതിന് ശേഷം കൂൾ പ്ലേസിൽ സ്റ്റോർ ചെയ്തിട്ട് അത് ലാബിലേക്ക് കൊടുത്ത് അവിടെ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് 24-hour സ്പെസിമെൻ എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തേത് ഏർലി മോർണിംഗ് സ്പെസിമെൻ ആണ്. ഏർലി മോർണിംഗ് നമുക്കറിയാം രാവിലെയാണ്, ഉറക്കം എഴുന്നേറ്റിട്ട് രാവിലെ കളക്ട് ചെയ്യുന്നതിനെയാണ് ഏർലി മോർണിംഗ് സ്പെസിമെൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് രാവിലെ ഉറക്കം എണ്ണിട്ട് ഇത്രയും നേരം ഉറങ്ങി സ്ലീപ്പ് സൈക്കിൾ കഴിഞ്ഞിട്ട് എണീറ്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഏറ്റവും കോൺസെൻട്രേറ്റഡ് യൂറിൻ ആയിരിക്കും വരുന്നത്. ആ ഒരു യൂറിൻ കളക്ട് ചെയ്തിട്ടാണ് ഏർലി മോർണിംഗ് സ്പെസിമെൻ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ സാധാരണ പ്രഗ്നൻസി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ഏർലി മോർണിംഗ് സ്പെസിമെൻ ആണെങ്കിൽ കുറച്ചും കൂടി ആക്യുറേറ്റ് റിസൾട്ട് കിട്ടും എന്ന് പറയും. അതിന്റെ റീസൺ ഇതാണ്, കോൺസെൻട്രേറ്റഡ് യൂറിൻ വരുന്നത് എപ്പോഴാണ്, ഏർലി മോർണിംഗിലാണ്. അപ്പോൾ ഏർലി മോർണിംഗ് കളക്ട് ചെയ്യുന്ന സ്പെസിമെന്റെ പേര് ഏർലി മോർണിംഗ് സ്പെസിമെൻ. അങ്ങനെ നമുക്ക് 3 സ്പെസിമെൻസ് ആണ് ഉള്ളത്: റാൻഡം സ്പെസിമെൻ, 24-hour സ്പെസിമെൻ ആൻഡ് ഏർലി മോർണിംഗ് സ്പെസിമെൻ. നെക്സ്റ്റ് പറഞ്ഞ മെത്തേഡ്സ് ഓഫ് കളക്ഷൻ ആണ്. അപ്പൊ ആ സ്പെസിമെനെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു മെത്തേഡ്സ് ഓഫ് കളക്ഷൻ വരുന്നത്. ഫസ്റ്റ് മെത്തേഡ് എന്താണ്, റാൻഡം സ്പെസിമെൻ കളക്ഷൻ ആണ്. അത് എന്തിനെ എടുക്കും, റാൻഡം സ്പെസിമെനെ എടുക്കും. സിമ്പിൾ അല്ലേ? അപ്പൊ അതെന്താണ്, ഒരു ടൈമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷം അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതെന്ത് ചെയ്യും, എപ്പോഴെങ്കിലും ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും കളക്ട് ചെയ്യുന്ന സ്പെസിമെനെയാണ് നമ്മൾ റാൻഡം സ്പെസിമെൻ കളക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്തിലാ കളക്ട് ചെയ്യുന്നത്, വൈഡ് മൗത്ത് ആയിട്ടുള്ള ഡ്രൈ കണ്ടെയ്നറിലാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യേണ്ടത്, യൂറിൻ കളക്ട് ചെയ്യേണ്ടത്. അത് എങ്ങനെയായിരിക്കണം, നമ്മളുടെ എക്സ്റ്റേണൽ ജനൈറ്റാലിയ, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന റീജിയൻ ഒക്കെ നല്ല വൃത്തിയായിട്ട് കഴുകിയതിനു ശേഷം, ക്ലീൻ ചെയ്തതിന് ശേഷം വേണം സ്പെസിമെൻ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കുന്ന കളക്ഷനെയാണ് നമ്മൾ റാൻഡം സ്പെസിമെൻ കളക്ഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് യൂറിനറി കത്തീറ്റർ സ്പെസിമെൻ ആണ്. അപ്പൊ യൂറിനറി കത്തീറ്റർ സ്പെസിമെൻ ആവുമ്പോൾ നമുക്ക് അവിടെ ഒരാളുടെ സഹായം വേണം. ആരുടെയാണ്, യൂറിൻ കളക്ഷൻ ബാഗിന്റെ സഹായം വേണം. ആർക്കാണ്, ഇൻഫന്റിലും ജെറിയാട്രിക്സ്, കുഞ്ഞുങ്ങളിലും ജെറിയാട്രിക്സ് വലിയ ആൾക്കാരിലും പ്രായം ചെന്ന ആൾക്കാരിലും ഒക്കെയാണ് നമ്മൾ ഈ ഒരു യൂറിനറി കത്തീറ്റർ സ്പെസിമെൻ എടുക്കുന്നത്. അതൊരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി യൂറിനെ എന്ത് ചെയ്യും, നമ്മളുടെ ബോഡിയിൽ നിന്ന് എടുത്തിട്ടാണ് ആ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അത് നെസസറി ആയതുകൊണ്ടാണ്, അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു യൂറിനറി കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി സ്പെസിമെൻ കളക്ഷൻ ചെയ്യുന്നത്. മൂന്നാമത്തേത് മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ ആണ്. അപ്പൊ മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ എപ്പോഴാണ് എടുക്കുന്നത്, ഏർലി മോർണിംഗ് സ്പെസിമെൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്, നമ്മളുടെ ഒരു ഉറക്കം കഴിഞ്ഞ് ഒരു സ്ലീപ്പ് സൈക്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഉണർന്ന് ഫസ്റ്റ് യൂറിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ടായിരിക്കും ആ ഒരു യൂറിൻ നമുക്ക് കിട്ടുന്ന സ്പെസിമെൻ കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ എന്താണ്, മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് സ്പെസിമെൻ ആണ്. ഓക്കെ, അങ്ങനെ 3 സ്പെസിമെൻസ് ആണ്: റാൻഡം സ്പെസിമെൻ കളക്ഷൻ, യൂറിനറി കത്തീറ്റർ സ്പെസിമെൻ, മോർണിംഗ് ഫാസ്റ്റിംഗ് സ്പെസിമെൻ. ഇനി നമുക്ക് ഒരു സ്പെസിമെൻ കളക്ഷൻ കൂടി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, 24-hour യൂറിൻ കളക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു 24 യൂറിൻ കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ് ആണ്. അപ്പൊ അതെന്താണ്, അതിനൊരു ബാഗ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു കളക്ടിങ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വെച്ചിട്ടുണ്ടായിരിക്കും. ആ കണ്ടെയ്നർ അകത്തേക്ക് ഒരു പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്യും. പ്രിസർവേറ്റീവ് ആഡ് ചെയ്തതിന് ശേഷമായിരിക്കും അതിനകത്തേക്ക് യൂറിൻ കളക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം രാവിലെ 8 മണി തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെയാണ് ആ ഒരു സമയം പോകുന്നത്. അപ്പോൾ ഓരോ സമയത്തും നമ്മളുടെ യൂറിന്റെ കോൺസ്റ്റിറ്റ്യുവൻസും അതുപോലെ അതിനകത്തുള്ള കമ്പോണൻസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ആ ഒരു അതൊക്കെ അറിയാൻ വേണ്ടി, ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 24-hour യൂറിൻ കളക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതെന്താണ്, നമുക്ക് എന്തൊക്കെ ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും, കിഡ്നി പ്രോബ്ലംസ്, അതുപോലെ ക്ലിയറൻസ് ടെസ്റ്റ്, അതുപോലെ മെഷറിംഗ് വേരിയസ് കെമിക്കൽ കോമ്പൗണ്ട്സ് ഒക്കെ അറിയാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോർമോൺസ്, പ്രോട്ടീൻസ്, കാര്യങ്ങള്, ബാക്കി കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് എന്ത് വെച്ച് അറിയാൻ പറ്റും, ഈ 24-hour യൂറിൻ കളക്ഷൻ അല്ലെങ്കിൽ 24-hour സ്പെസിമെൻ വെച്ച് കളക്ട് ചെയ്ത് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു 24-hour യൂറിൻ കളക്ഷൻ ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂറിൻ ഇരിക്കെ അതിന്റെ കളർ മാറാനും pH മാറാനും അതുപോലെ ബാക്ടീരിയൽ ഗ്രോത്തിനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. അപ്പൊ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സിന്റെ പേര് പഠിച്ചോളുക. ടൊലുവീൻ ആഡ് ചെയ്യുന്നുണ്ട്, ഫോർമാൽഡിഹൈഡ്, ക്ലോറോഫോം, ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ മോസ്റ്റ്ലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സാധനം കാണാതെ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രിസർവേറ്റീവ്സിന്റെ കാര്യങ്ങൾ കാണാതെ പഠിച്ചോളൂ. ആരൊക്കെയാണ്, ടൊലുവിൻ,
ഫോർമാൽഡിഹൈഡ്, ക്ലോറോഫോം, ബോറിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഇവരെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ് ആയിട്ട് ആഡ് ചെയ്യുന്നത്? യൂറിൻ ഇരിക്കുക അല്ലെങ്കിൽ അത് പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റാൻഡ് ചെയ്ത് വെക്കുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഗ്രോത്തിനും അതിന്റെ ഓർഡർ ചേഞ്ച് ആവാനും അതുപോലെ എന്താണ് pH വ്യത്യാസം വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ആണ് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ യൂറിൻ അനാലിസിസ് ചെയ്യുന്നത് എങ്ങനെയൊട്ടാണ്? ഫിസിക്കൽ എക്സാമിനേഷൻ തൊട്ടാണ്. ഫിസിക്കൽ എക്സാമിനേഷൻ ഞാൻ പറഞ്ഞു, എന്ത് ചെയ്യും, അതിന്റെ കളറിന്റെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്നതാണ് ഫിസിക്കൽ എക്സാമിനേഷനിലേക്ക് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, ഈ ഒരു എക്സാമിനേഷനിലേക്ക് അതിന്റെ എന്തൊക്കെ നോക്കും? കളർ വരും, അതുപോലെ ട്രാൻസ്പെറൻസി നോക്കും. ചില ആൾക്കാർക്ക് പസ്സൊക്കെ ഉണ്ടെങ്കിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കില്ല യൂറിൻ, അല്ലാതെ ക്ലിയർ ആയിട്ടുള്ള യൂറിൻ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസ്പെറൻസി കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഫിസിക്കൽ എക്സാമിനേഷനിൽ നോക്കും. അതുപോലെ സ്പെസിഫിക് ഗ്രാവിറ്റി, അതിന്റെ ഡെൻസിറ്റി നോക്കിയിട്ട് യൂറിന്റെ ഡെൻസിറ്റി വെച്ചിട്ടാണ് ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ത് ചെയ്യുന്നത്? നമ്മൾ മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് അതിന്റെ വോളിയം എങ്ങനെയാണ്, റിയാക്ഷൻ എങ്ങനെയാണ്, അതുപോലെ ഓർഡർ എങ്ങനെയാണ്, അങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഒക്കെ നമ്മൾ എവിടെ ചെയ്യും? യൂറിനിൽ ചെയ്യും. ഇനി നല്ല ബെസ്റ്റ് റിസൾട്ട് ആണ് കിട്ടേണ്ടതുണ്ടെങ്കിൽ യൂറിൻ എന്ത് ചെയ്യുക? നമ്മൾ സ്പെസിമൻ കളക്ട് ചെയ്ത ഉടനെ തന്നെ ആ ഒരു എക്സാമിനേഷന് എത്തിക്കുക. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ബെസ്റ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. കാരണം അത് ഇരിക്കെ അതിന്റെ കളർ ചേഞ്ച്. ഇപ്പോൾ 24 hourലൊക്കെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്യില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഹോസ്പിറ്റലിൽ പോയിട്ട് യൂറിൻ ടെസ്റ്റിന് എഴുതി തന്നാൽ നമ്മൾ എന്താണ് പോയി യൂറിൻ എടുത്തിട്ട് വന്നിട്ട് പ്രിസർവേറ്റീവ് ഒന്നും ആഡ് ചെയ്തില്ലല്ലോ. അപ്പൊ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴാണോ ആ ഒരു സ്പെസിമൻ എടുക്കുന്നത് അപ്പോഴേ ഇമീഡിയറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? ലാബിൽ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് പറഞ്ഞ യൂറിൻ അനാലിസിസ് ആണ്. അപ്പൊ ഓട്ടോമേറ്റഡ് മെഷീൻസ് ആണ് നമ്മൾ ഈ യൂറിൻ അനാലിസിസിൽ പറയുന്നത്. അപ്പൊ ലബോറട്ടറിയിൽ എന്ത് ചെയ്യും? യൂറിൻ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസിന്റെ പേരാണ് എന്ത്? യൂറിൻ അനലൈസർ. അപ്പൊ യൂറിൻ അനലൈസർ എന്തിനൊക്കെ സഹായിക്കും? നമ്മളുടെ യൂറിന്റെ എന്താണ് കണ്ടന്റുകൾ, അതിനകത്ത് കമ്പോണൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിനകത്ത് യൂറിൻ സ്ട്രിപ്പുകൾ കാണും, ചെറിയ ചെറിയ സ്ട്രിപ്സ്, ഇങ്ങനെയുള്ള സ്ട്രിപ്സുകൾ കാണും. ഈ സ്ട്രിപ്സ് എന്ത് ചെയ്യും? യൂറിനിൽ ഡിപ്പ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു അനലൈസറിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് എന്താണ്? ഒരേ സമയം ഒരുപാട് നമ്പേഴ്സ് ഓഫ് സ്ട്രിപ്സ് നമുക്ക് എന്ത് ചെയ്യാം? കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ പെട്ടെന്ന് റിസൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതിൽ എന്തൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ബിലിറുബിൻ കണ്ടന്റ്, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, റെഡ് ബ്ലഡ് സെൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു യൂറിൻ അനാലിസർ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താണ്? റിഫ്ലക്റ്റൻസ് ആണ്. റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു യൂറിൻ അനലൈസർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്താണ്? ഹൺഡ്രഡ്സ് ഓഫ് സ്ട്രിപ്സിനെ ഒരു മണിക്കൂറിൽ 100-ലധികം സ്ട്രിപ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു യൂറിൻ അനാലിസിസിൽ കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ അതിൽ യൂറിൻ അനാലിസിന്റെ പേര് പഠിക്കുക. ആ പേര് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉണ്ട്, അതുകൊണ്ട് പേര് പഠിക്കുക. കോബാസ് 6500 എന്ന് പറയുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു യൂറിൻ അനലൈസർ ഉണ്ട്. അതുപോലെ UF 1000 സിസ്മെക്സ് ക്ലിനിടെക് അനലൈസർ, അതിന്റെ പേരാണ്, അങ്ങനെ കാണാതെ പഠിച്ചാൽ മതി. കോബാസ് 6500 UF എന്താണ്? 1000 സിസ്മെക്സ് ക്ലിനിടെക് എന്ന് പറയുന്ന അനലൈസർ ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരാണ് യൂറിൻ അനലൈസർ വരുന്നത്. അപ്പൊ ഇവിടെ സ്ട്രിപ്പ് ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു മണിക്കൂറിൽ 100-ലധികം സ്ട്രിപ്സ് അനലൈസ് ചെയ്യുന്നു മീൻസ് അത്രയും എഫിഷ്യന്റ് ആണ്. അപ്പൊ അത്രയും മാൻ പവർ അവിടെ എന്താണ്? കുറവായിരിക്കും. മെഷീൻസ് തന്നെ എന്ത് ചെയ്യും? ചെയ്തോളും. അപ്പൊ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിനെയാണ് നമ്മൾ യൂറിൻ അനലൈസർ എന്ന് പറയുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ഈസ് ദ ഫോക്കസ് ഓഫ് ക്ലിനിക്കൽ പത്തോളജി? ക്ലിനിക്കൽ പത്തോളജിയുടെ ഫോക്കസ് എന്താണെന്നാണ്? ഓപ്ഷൻ എ ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ് ത്രൂ ഫിസിക്കൽ എക്സാമിനേഷൻ. Option B laboratory analysis of body fluids for disease diagnosis. Option C surgical intervention of disease treatment. Option D radiological imaging for disease detection. അപ്പോൾ ക്ലിനിക്കൽ പത്തോളജിയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻ എന്നൊരു കാര്യം നമ്മൾ ത്രൂ ഔട്ട് പറയുന്നുണ്ട്, ലബോറട്ടറിയിൽ ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ടെന്ന്. അപ്പോ ഓപ്ഷൻ കാണുമ്പോൾ നേരെ ഫിസിക്കൽ എക്സാമിനേഷനിലേക്ക് ചാടി വീണാൽ ഉത്തരം തെറ്റിപ്പോവും. അവിടെ എന്താ ഇവിടെ പറഞ്ഞത്? ഡയഗ്നോസിസ് ഓഫ് ഡിസീസ് ത്രൂ ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. അതായത് ആരുടെ ആണെന്നോ എന്തിന്റെ ആണെന്നോ ഒന്നും പറയുന്നില്ല. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷനിൽ കൂടെ ഡിസീസ് ഡിറ്റക്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ ബോഡിയുടെ പുറത്തുള്ള ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഡിസീസ് പറയുന്നു എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും എ ചാടി വീഴരുത്. ആൻസർ ഏതേ വരുള്ളൂ? ഓപ്ഷൻ ബി ആണ്. ലബോറട്ടറി അനാലിസിസ് ഓഫ് ബോഡി ഫ്ലൂയിഡ്സ് ഫോർ ഡിസീസ് ഡയഗ്നോസിസ് ആണ്. അപ്പൊ ബോഡി ഫ്ലൂയിഡ്സ് ഇവിടെ ആരൊക്കെയാണ് നമുക്കുള്ളത്? ബ്ലഡ് ഉണ്ട്, അതുപോലെ സെമൻ ഉണ്ട്, യൂറിൻ ഉണ്ട്, CSF ഉണ്ട്, സ്പ്യൂട്ടം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബോഡി ഫ്ലൂയിഡ്സിന്റെ അനലൈസ് ആണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
Next question, which of the following is not a specimen commonly submitted for analysis in a clinical pathology laboratory? താഴെ തന്നിരിക്കുന്നതിൽ സാധാരണഗതിയിൽ നമ്മൾ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ അനലൈസിന് കൊടുക്കാത്ത സ്പെസിമൻ ഏതെന്നാണ്? ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി ഹെയർ, ഓപ്ഷൻ സി യൂറിൻ, ഓപ്ഷൻ ഡി സ്റ്റൂൾ. അപ്പൊ ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് ഓരോ എക്സാമ്പിൾസും കാണാതെ പഠിക്കാൻ ഞാൻ പറഞ്ഞത്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഹെയർ ആണ് നമ്മൾ സാധാരണഗതിയിൽ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ നിന്നും കൊടുക്കാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എക്സാമിനേഷൻ ഈസ് നോട്ട് ക്യാരിഡ് ഔട്ട് ഇൻ എ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറി? താഴെ തന്നിരിക്കുന്നതിൽ ഏത് എക്സാമിനേഷൻ ആണ് ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ നടത്താത്തതെന്നാണ്? ഓപ്ഷൻ എ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ, ഓപ്ഷൻ ബി ഫിസിക്കൽ എക്സാമിനേഷൻ, ഓപ്ഷൻ സി സെറോളജിക്കൽ എക്സാമിനേഷൻ, ഓപ്ഷൻ ഡി മൈക്രോസ്കോപ്പിയൽ എക്സാമിനേഷൻ. ആരാണ്? ഓപ്ഷൻ എ ആണ്. റേഡിയോളജിക്കൽ എക്സാമിനേഷൻ, അതായത് നമ്മുടെ എക്സ്റേ പോലുള്ളതൊക്കെ ചെയ്യുന്നത് എവിടെയാണ്? റേഡിയോളജി ലാബിലാണ്. അതൊരിക്കലും ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയിൽ അല്ല ചെയ്യുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ക്രൂഷ്യൽ ഫോർ ടെക്നീഷ്യൻസ് ഇൻ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറീസ്? ക്ലിനിക്കൽ പത്തോളജിയിലെ ലബോറട്ടറീസിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസിന് എന്താണ് കാര്യം ക്രൂഷ്യൽ ആയിട്ട് വേണ്ടതെന്നാണ്? ഓപ്ഷൻ എ മെമ്മറൈസിംഗ് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക്, ഓപ്ഷൻ ബി ഗ്രാസ്പിംഗ് ആക്യുറേറ്റ് ലബോറട്ടറി പ്രൊസീജിയേഴ്സ്, ഓപ്ഷൻ സി കണ്ടക്ടിംഗ് പേഷ്യന്റ് ഇന്റർവ്യൂസ്, ഓപ്ഷൻ ഡി പെർഫോമിംഗ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. അപ്പോൾ ക്ലിനിക്കൽ പത്തോളജിയിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസ് എന്ത് ഗൃഹസ്ഥമാക്കിയിരിക്കണം? ലബോറട്ടറിയിൽ നടക്കുന്ന പ്രൊസീജിയേഴ്സിനെ പറ്റി അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പം മെഡിക്കൽ ടെക്സ്റ്റ് ബുക്ക് മെമ്മറൈസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്തത് കൊണ്ടോ സർജിക്കൽ ഒന്നും ചെയ്യാനുള്ള വകുപ്പൊന്നും ആർക്കില്ല? ലബോറട്ടറിയിൽ നിൽക്കുന്ന ടെക്നീഷ്യൻസിനില്ല. അവർക്ക് എന്തേ ഉള്ളൂ? ലബോറട്ടറി പ്രൊസീജിയറിനെ പറ്റി എന്ത് ചെയ്യുക? ആക്യുറേറ്റ് ആയിട്ടുള്ള നോളജ് ഗ്രാസ്പ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് റിപ്പോർട്ടിംഗ് അബ്നോർമൽ ഫൈൻഡിങ്സ് ഇമ്പോർട്ടന്റ് ഇൻ ക്ലിനിക്കൽ പത്തോളജി? അബ്നോർമൽ ഫൈൻഡിങ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ക്ലിനിക്കൽ പത്തോളജിയിൽ നമ്മൾ പറയാറുണ്ട് എന്തെങ്കിലും അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം. നോർമൽ ആണെങ്കിലും എന്ത് ചെയ്യുക? അതിന്റെ റിപ്പോർട്ട് കൊടുക്കുക. അപ്പൊ അബ്നോർമൽ ഫൈൻഡിങ്സ് എന്തുകൊണ്ട് നമ്മൾ കൊടുക്കണം? ഓപ്ഷൻ എ ടു ഇംപ്രസ് ദ ഫിസിഷ്യൻ, ഓപ്ഷൻ ബി ടു കൺഫ്യൂസ് ദ ഡയഗ്നോസിസ്, ഓപ്ഷൻ സി ഫോർ ആക്യുറേറ്റ് ഡിസീസ് ഡയഗ്നോസിസ്, ഓപ്ഷൻ ഡി ടു ഹൈഡ് ഇൻഫോർമേഷൻ. ക്ലിനിക്കൽ പത്തോളജി ലാബ് തന്നെ സെറ്റ് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുക എന്നുള്ളൊരു എയിമിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത് അബ്നോർമൽ ഫൈൻഡിങ്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് ആൻ ഇൻഹറന്റ് ലിമിറ്റേഷൻ ഓഫ് ക്ലിനിക്കൽ പത്തോളജി അനാലിസിസ്? ക്ലിനിക്കൽ പത്തോളജി അനാലിസിസിൽ വരുന്ന ഒരു ഇൻഹറന്റ് ലിമിറ്റേഷൻ അല്ലാത്തത് ഏത്? നോട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. നോട്ട് ആൻ ഇൻഹറന്റ് ലിമിറ്റേഷൻ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ലാക്ക് ഓഫ് ഓട്ടോമേഷൻ, ഓപ്ഷൻ ബി ഡിക്രീസ് ദ സെൻസിറ്റിവിറ്റി ഇൻ മൈക്രോസ്കോപ്പി, ഓപ്ഷൻ സി ഹൈ സ്പെസിഫിസിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്, ഓപ്ഷൻ ഡി ലെസ് സ്പെസിഫിക് കെമിക്കൽ റിയാക്ഷൻസ് വിത്തൗട്ട് എൻസൈം കെമിസ്ട്രി. അപ്പൊ നമ്മൾ പറഞ്ഞു ചിലപ്പോൾ ക്ലിനിക്കൽ പത്തോളജി ലാബിൽ ലിമിറ്റേഷൻസ് വരാം. എന്തൊക്കെ കൊണ്ടാണ്? ഓട്ടോമേഷൻ എറർ കൊണ്ടോ, എൻസൈം ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിയുടെ സെൻസിറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഒക്കെ ആവാം. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്ന ലിമിറ്റേഷൻ അല്ലാത്തത് ഏതെന്നാണ്? അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഹൈ സ്പെസിഫിസിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഹൈ സ്പെസിഫിസിറ്റി ആണെങ്കിൽ അവിടെ ലിമിറ്റേഷൻ അല്ല, അവിടെ അത് എന്താണ്? അതിന്റെ അഡ്വാൻസ്മെന്റ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് റിമെയിൻസ് എസെൻഷ്യൽ ഡെസ്പൈറ്റ് അഡ്വാൻസസ് ഇൻ ടെക്നോളജി ഇൻ ക്ലിനിക്കൽ പത്തോളജി? ക്ലിനിക്കൽ പത്തോളജിയിൽ എത്രത്തോളം അഡ്വാൻസ് വന്നാലും നമ്മൾ ഈ ഒരു കാര്യം എസെൻഷ്യൽ ആയിട്ട് ചെയ്യണം എന്ന് പറയുന്നത് എന്താണെന്നാണ്? ഓപ്ഷൻ എ റേഡിയോളജിക്കൽ ഇമേജിംഗ്, ഓപ്ഷൻ ബി മാനുവൽ അനലൈസിസ് ഓഫ് സ്പ്യൂട്ടം ആൻഡ് സ്റ്റൂൾ, ഓപ്ഷൻ സി ജനറ്റിക് ടെസ്റ്റിംഗ്, ഓപ്ഷൻ ഡി റോബോട്ടിക് സർജറി. അപ്പൊ ജനറ്റിക് ടെസ്റ്റിംഗ്, അതുപോലെ റോബോട്ടിക് സർജറി, റേഡിയോളജിക്കൽ ഇമേജിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അഡ്വാൻസ്മെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ അത് അത്രയും അഡ്വാൻസ്മെന്റ് വന്നാലും നമ്മൾ ചെയ്യേണ്ട എന്താണ്? മാനുവൽ അനാലിസിസ് ഓഫ് സ്പ്യൂട്ടം ആൻഡ് സ്റ്റൂൾ ആണ്. എന്താണ് ആ മാനുവൽ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ അതിനെ നിരീക്ഷിക്കണം. അതിന്റെ ഫിസിക്കൽ കാണാൻ എങ്ങനെയാണ്, അതിന്റെ എന്താണ് നമ്മൾ യൂറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് അതിന്റെ ട്രാൻസ്പെറൻസി അറിയണം, കളർ എങ്ങനെയാണെന്ന് അറിയണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മാനുവൽ ആയിട്ട് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ആർ ക്ലിനിക്കൽ പത്തോളജി ലാബ് സിഗ്നിഫിക്കന്റ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്സ്? ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനകത്ത് ക്ലിനിക്കൽ പത്തോളജി ലാബ് സിഗ്നിഫിക്കന്റ് എന്ന് പറയാനുള്ള റീസൺ എന്താണെന്നാണ്? ഓപ്ഷൻ എ ടു കണ്ടക്ട് പേഷ്യന്റ് ഇന്റർവ്യൂസ്, ഓപ്ഷൻ ബി ടു പെർഫോം സർജറീസ്, ഓപ്ഷൻ സി ടു പ്രൊവൈഡ് റാപ്പിഡ് റിസൾട്ട്, ഓപ്ഷൻ ഡി ടു ഓഫർ കൗൺസിലിംഗ് സർവീസസ്.
എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ സെറ്റിംഗ്സിനകത്ത് ലാബ് സിഗ്നിഫിക്കൻ്റ് ഉള്ള റീസൺ? അവിടെ നമുക്ക് റാപ്പിഡ് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇപ്പൊ ഡോക്ടർ പറയാണ് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് വരൂ. അപ്പൊ നമുക്കൊരു 20 മിനിറ്റിനകം നമുക്ക് എന്ത് ചെയ്യും? റിസൾട്ട് കിട്ടും. അപ്പൊ റാപ്പിഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഹോസ്പിറ്റൽ സെറ്റിംഗിനകത്ത് ലബോറട്ടറി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള റീസൺ. Next question, what are the main types of analytical test conduction in clinical pathology? ഏതൊക്കെയാണ് മെയിൻ ടൈപ്പ് ഓഫ് അനലിറ്റിക്കൽ ടെസ്റ്റ് നമ്മൾ ക്ലിനിക്കൽ പത്തോളജി ലാബുകളിൽ ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ റേഡിയോളജിക്കൽ ടെസ്റ്റ്, ഓപ്ഷൻ ബി ജനറ്റിക് ടെസ്റ്റ്, ഓപ്ഷൻ സി മാനുവൽ ടെസ്റ്റ് യൂട്ടിലൈസിംഗ് ബേസിക് കെമിക്കൽ റിയാക്ഷൻസ് പ്രിൻസിപ്പിൾസ്, ഓപ്ഷൻ ഡി ബിഹേവിയറൽ ടെസ്റ്റ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, മാനുവൽ ടെസ്റ്റ് ആണ്. അവിടെ കെമിക്കൽസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്തുകൊണ്ട് റിയാക്ഷൻ പ്രിൻസിപ്പിളിന്റെ ഒക്കെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് ആഡിങ് പ്രിസർവേറ്റീവ്സ് ടു എ 24-hour യൂറിൻ സ്പെസിമെൻ? 24 hour എടുക്കുന്ന ആ ഒരു സമയത്ത് എടുക്കുന്ന യൂറിൻ സ്പെസിമെനിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ മെയിൻ പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ടു ചേഞ്ച് ദ കളർ ഓഫ് ദ യൂറിൻ, ഓപ്ഷൻ ബി ടു പ്രിവെന്റ് ചേഞ്ചസ് ഇൻ യൂറിൻ pH, ഓപ്ഷൻ സി ടു എൻഹാൻസ് ബാക്ടീരിയൽ ഗ്രോത്ത്, ഓപ്ഷൻ ഡി ടു സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ 24 hour നമ്മൾ കളക്ട് ചെയ്യുന്ന ആ സ്പെസിമെനകത്ത് ചേഞ്ച് വരാതിരിക്കാൻ, pHന്റെ ചേഞ്ച് വരാൻ പാടില്ല, കളർ ചേഞ്ച് വരാൻ പാടില്ല, ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവാൻ പാടില്ല, ഓർഡർ ചേഞ്ച് വരാൻ പാടില്ല. അതൊക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തത്. മെയിൻ പ്രിസർവേറ്റീവ്സ് ആരാണ്? നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്, ബോറിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് പ്രിസർവേറ്റീവ്സിന്റെ പേര് കണ്ടിരുന്നു. അപ്പൊ അത് എന്തിനു വേണ്ടി ആഡ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി ആണ്, ടു പ്രിവെന്റ് ചേഞ്ചസ് ഇൻ യൂറിൻ pH. ഓക്കെ, അപ്പൊ യൂറിന്റെ pH മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ. ഓക്കെ, തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നമ്മൾ യൂറിന്റെ pH മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് കൊടുക്കുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ക്ലിനിക്കൽ പത്തോളജി പ്രൈമറിലി ഫോക്കസ് ഓൺ ദി ഡയഗ്നോസിസ് ഓഫ് ഡിസീസസ് ത്രൂ സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ക്ലിനിക്കൽ പത്തോളജിക്കകത്ത് അല്ലെങ്കിൽ ക്ലിനിക്കൽ പത്തോളജി ലാബിനകത്ത് ഡയഗ്നോസിസ് ചെയ്യുന്നത് സർജറി അല്ലെങ്കിൽ സർജിക്കൽ പ്രോസസ്സ് വഴിയിട്ടാണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? ഇൻകറക്റ്റ് ആണ്. സർജറി അല്ല, നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? ബോഡി ഫ്ലൂയിഡ്സിന്റെ അനലൈസ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, blood, urine, stool and cerebrospinal fluid are specimens commonly submitted for analysis in a clinical pathology laboratory. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിക്കകത്ത് മെയിൻ ആയിട്ട് വരുന്ന സ്പെസിമെൻസ് ഏതൊക്കെയാണ്? ബ്ലഡ് വരുന്നുണ്ട്, യൂറിൻ, സ്റ്റൂൾ ആൻഡ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സ്പ്യൂട്ടോ ഒക്കെ ഇൻക്ലൂഡഡ് ആണ് വരുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ഫൈബ്രോ ഒപ്റ്റിക് ടെക്നിക്സ് ഹാവ് മെയ്ഡ് ദി ബേസിക് അനലൈസിസ് ഓഫ് സാമ്പിൾസ് ലൈക്ക് സ്പ്യൂട്ടം ആൻഡ് സ്റ്റൂൾ അൺനെസസറി. ഫൈബ്രോ ഒപ്റ്റിക് ടെക്നിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക് അനലൈസിസ് ഓഫ് സാമ്പിൾസ് ലൈക്ക് സ്പ്യൂട്ടവും അതുപോലെ സ്റ്റൂളും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. സ്റ്റൂൾ ആൻഡ് സ്പ്യൂട്ടോ ഒക്കെ നമ്മൾ മാനുവൽ ഒബ്സർവേഷനിലാണ് ചെയ്യുന്നത്. ഫൈബ്രോ ഒപ്റ്റിക് ടെക്നിക്സ് ഒക്കെ ബാക്കി വരുന്ന അഡ്വാൻസ്മെന്റിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് ബി മാത്രമാണ് ഇവിടെ ശരിയായിട്ട് കിട്ടിയേക്കുന്നത്. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ബോത്ത് എ ആൻഡ് ബി അല്ല, ബോത്ത് എ ആൻഡ് സി അല്ല, ഒൺലി ബി ആണ്, നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിക്ക് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു, എ ക്ലീൻ ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് യൂറിൻ സ്പെസിമെൻ ഈസ് ജനറലി ദ ലീസ്റ്റ് കോൺസെൻട്രേറ്റഡ് സ്പെസിമെൻ പ്രിഫേർഡ് ഫോർ എക്സാമിനേഷൻ ഇൻ ക്ലിനിക്കൽ പത്തോളജി. സ്റ്റേറ്റ്മെന്റിൽ തെറ്റുണ്ട്. എന്താണ് തെറ്റ്? ഒരു ക്ലീൻ ആയിട്ടുള്ള കണ്ടെയ്നറിനകത്ത് നമ്മൾ ഏർലി മോർണിംഗ് ഫാസ്റ്റിംഗ് യൂറിൻ സ്പെസിമെൻ എടുക്കാൻ പറയുന്നതിന്റെ റീസൺ തന്നെ എന്താണ്? മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് യൂറിൻ അപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ലീസ്റ്റ് കോൺസെൻട്രേറ്റഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ലീസ്റ്റ് അല്ല. ഇവിടെ എന്ത് വരണം? മോസ്റ്റ് എന്ന് വന്നെങ്കിൽ ഇവിടെ എന്തായിരുന്നു? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താ ലീസ്റ്റ് എന്ന് വന്നതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, 24-hour യൂറിൻ സ്പെസിമെൻ കളക്ഷൻ ഇസ് പ്രൈമറിലി ഡൺ ടു മെഷർ പ്രോട്ടീൻ, ഹോർമോൺസ് ആൻഡ് മിനറൽസ് ഇൻ ദ യൂറിൻ. യൂറിനകത്തുള്ള പ്രോട്ടീൻസ്, ഹോർമോൺസ്, മിനറൽസ് ഒബ്സർവ് ചെയ്യുന്നത് വഴി കിഡ്നി പ്രോബ്ലംസും അതുപോലെ ക്ലിയറൻസ് ടെസ്റ്റും ഒക്കെ നമുക്ക് ഏത് വെച്ച് ചെയ്യാൻ പറ്റും? 24-hour യൂറിൻ സ്പെസിമെൻ വെച്ച് ചെയ്യാനായിട്ട് പറ്റും. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു, ദ മെയിൻ ടൈപ്സ് ഓഫ് അനലിറ്റിക്കൽ ടെസ്റ്റ് കണ്ടക്ടഡ് ഇൻ ക്ലിനിക്കൽ പത്തോളജി ലാബ്സ് ആർ ജനറ്റിക് ടെസ്റ്റ് ആൻഡ് റേഡിയോളജിക്കൽ ടെസ്റ്റ്. ജനറ്റിക് ടെസ്റ്റും റേഡിയോളജിക്കൽ ടെസ്റ്റും ഒന്നും നമ്മൾ ക്ലിനിക്കൽ പത്തോളജി ലാബുകളിൽ ചെയ്യാറില്ല. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്?
റോങ് ആണ്. നമുക്ക് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെയാണ് ഇൻകറക്റ്റ്? ബോത്ത് ബി ആൻഡ് സി അല്ല, ബോത്ത് എ ആൻഡ് സി ആണ് ഇൻകറക്റ്റ്. ഓൾ ഓഫ് ദീസ് അല്ല, നൺ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ സ്പെസിമെൻ എക്സാമിൻഡ് ഇൻ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറീസ്? ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറീസിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന സ്പെസിമെൻ ഏതെന്നാണ്? ഓപ്ഷൻ എ ബ്ലഡ്, ഓപ്ഷൻ ബി സ്റ്റൂൾ, ഓപ്ഷൻ സി യൂറിൻ, ഓപ്ഷൻ ഡി സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. ആരാണ്? ഓപ്ഷൻ സി യൂറിൻ ആണ് മോസ്റ്റ് കോമൺ സ്പെസിമെൻ എന്നറിയപ്പെടുന്നത്. ബ്ലഡും മോസ്റ്റ് കോമൺ ആണ്, പക്ഷെ ബ്ലഡിനേക്കാളും മോസ്റ്റ് കോമൺ ആയിട്ട് ഈസി അവൈലബിലിറ്റി ആണ്. അത് നോർമൽ ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പിളാണ് യൂറിൻ സാമ്പിള്. ലോ കോസ്റ്റ് കൂടിയാണ്. അപ്പൊ ചോദിക്കും ബ്ലഡ് എടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കും. ബ്ലഡിന്റെ കണ്ടൊക്കെ കുറവാകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ചൊക്കെ വെയിൻസ് ഒന്നും കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ബ്ലഡ് എടുക്കാനായിട്ട് പറ്റത്തില്ല. യൂറിൻ ആണെങ്കിൽ നമുക്ക് യൂറിനറി കത്തീറ്റർ ഒക്കെ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഓപ്ഷൻ സി യൂറിൻ ആണ് മോസ്റ്റ് കോമൺ സ്പെസിമെൻ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫിസിയോളജിക്കൽ പ്രോസസ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് യൂറിൻ? യൂറിന്റെ ഫോർമേഷന് സഹായിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ റെസ്പിറേഷൻ, ഓപ്ഷൻ ബി ഡൈജഷൻ, ഓപ്ഷൻ സി സർക്കുലേഷൻ, ഓപ്ഷൻ ഡി കിഡ്നി ഫിൽട്രേഷൻ. എന്താണ്? കിഡ്നി ഫിൽട്ടർ ചെയ്യുന്നത് കൊണ്ടാണ് യൂറിൻ ഫോം ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഡസ് യൂറിൻ അനാലിസിസ് മെയിൻലി പ്രൊവൈഡ്? എങ്ങനെയുള്ള ഇൻഫർമേഷൻ ആണ് യൂറിൻ അനാലിസിസ് തരുന്നതെന്നാണ്? ഓപ്ഷൻ എ ജനറ്റിക് ഇൻഫർമേഷൻ, ഓപ്ഷൻ ബി ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രൊഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ, ഓപ്ഷൻ സി റേഡിയോളജിക്കൽ ഇൻഫർമേഷൻ, ഓപ്ഷൻ ഡി സൈക്കോളജിക്കൽ ഇൻഫർമേഷൻ. എങ്ങനെയുള്ളതാണ്? ഡയഗ്നോസ്റ്റിക് ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കി ഒരു അസുഖമാണെന്ന് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് ആര് തരുന്നത്? യൂറിൻ അനാലിസിസ് തരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കണ്ടീഷൻസ് ക്യാൻ യൂറിൻ അനാലിസിസ് ഹെൽപ്പ് ഡയഗ്നോസ്? ഏത് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് യൂറിൻ അനാലിസിസ് വഴി കണ്ടുപിടിക്കാൻ പറ്റും? ഓപ്ഷൻ എ സ്കിൻ ഡിസീസ്, ഓപ്ഷൻ ബി റെസ്പിറേറ്ററി ഡിസീസ്, ഓപ്ഷൻ സി കിഡ്നി ഡിസീസ്, ഓപ്ഷൻ ഡി ബോൺ ഡിസീസ്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ഓപ്ഷൻ സി കിഡ്നി ഡിസീസ് എന്നാണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് യൂറിൻ അനാലിസിസ് കൺസിഡർഡ് എ പോപ്പുലർ ടൂൾ ഇൻ ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസ്? ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷൻസിൽ നമ്മൾ യൂറിൻ അനാലിസിസിനെ ഒരു പോപ്പുലർ ടൂൾ ആയിട്ട് പറയാനുള്ള റീസൺ? Option A, due to its complexity. Option B, due to its simplicity and obtaining the specimen and lesser cost of test. Option C, due to its lengthy process. Option D, due to its rarity. എന്തുകൊണ്ടാണ് പോപ്പുലർ ടൂൾ? നമ്മൾ ഓൾറെഡി കുറച്ച് നേരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം എന്താണ്? പെട്ടെന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, സിമ്പിൾ പ്രൊസീജിയർ മതി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റും എങ്ങനെയാണ്? ലോ കോസ്റ്റ് ആണ്, ലെസർ കോസ്റ്റ് ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് എ 24-hour യൂറിൻ സ്പെസിമെൻ കളക്റ്റഡ്? നമുക്ക് എങ്ങനെ ഒരു 24-hour യൂറിൻ സ്പെസിമെൻ എടുക്കാൻ പറ്റും? ഓപ്ഷൻ എ കളക്റ്റഡ് അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ദ ഡേ, ഓപ്ഷൻ ബി കളക്റ്റഡ് ഓവർ എ ഫുൾ 24-hour പീരീഡ് ഇൻ എ സ്പെഷ്യൽ കണ്ടെയ്നർ, ഓപ്ഷൻ സി കളക്റ്റഡ് ഓൺലി ഇൻ ദ മോർണിംഗ്, ഓപ്ഷൻ ഡി കളക്റ്റഡ് വിത്ത് എ യൂറിനറി കത്തീറ്റർ. ഇപ്പൊ 24-hour യൂറിൻ സ്പെസിമെൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? ഓപ്ഷൻ ബി ആണ്, കളക്റ്റഡ് ഓവർ എ ഫുൾ 24-hour പീരീഡ് ഇൻ എ സ്പെഷ്യൽ കണ്ടെയ്നർ. ഒരു സ്പെഷ്യൽ കണ്ടെയ്നറിനകത്ത് 24-hour പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കളക്ട് ചെയ്ത് എടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ആൻ ഏർലി മോർണിംഗ് യൂറിൻ സ്പെസിമെൻ കളക്റ്റഡ്? എപ്പോഴാണ് നമ്മൾ ഏർലി മോർണിംഗ് യൂറിൻ കളക്ട് ചെയ്യുന്നതെന്നാണ്? ഓപ്ഷൻ എ എനി ടൈം ഡ്യൂറിംഗ് ദ ഡേ, ഓപ്ഷൻ ബി ആഫ്റ്റർ എ മീൽ, ഓപ്ഷൻ സി ദ ഫസ്റ്റ് ടൈം ദ പേഷ്യന്റ് യൂറിനേറ്റ്സ് ഇൻ ദ മോർണിംഗ്, ഓപ്ഷൻ ഡി ബിഫോർ ഗോയിങ് ടു ബെഡ്. എപ്പോൾ എടുക്കും? ഏർലി മോർണിംഗ് ആണെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് എടുക്കും. ദ ഫസ്റ്റ് ടൈം ദ പേഷ്യന്റ് യൂറിനേറ്റ്സ് ഇൻ ദി മോർണിംഗ്. Next question, what is the purpose of adding preservatives to a 24-hour urine specimen? 24-hour urine specimen നമ്മൾ preservatives add ചെയ്യാനുള്ള റീസൺ എന്താണെന്നാണ്? ഓപ്ഷൻ എ, ടു ചേഞ്ച് ദി കളർ ഓഫ് ദി യൂറിൻ, ഓപ്ഷൻ ബി, ടു പ്രിവെന്റ് ചേഞ്ചസ് ഇൻ യൂറിൻ pH, ഓർഡർ ആൻഡ് ബാക്ടീരിയൽ ഗ്രോത്ത്, ഓപ്ഷൻ സി, ടു സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ്, ഓപ്ഷൻ ഡി, ടു എൻഹാൻസ് ബാക്ടീരിയൽ ഗ്രോത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഒരു യൂറിനകത്ത് pH ചേഞ്ചോ ഓർഡർ ചേഞ്ചോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസസ്ഡ് ഡ്യൂറിംഗ് ദ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ? യൂറിന്റെ ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് എന്തൊക്കെ അസസ് ചെയ്യാൻ പറ്റും എന്നാണ്? ഓപ്ഷൻ എ, ബോൺ ഡെൻസിറ്റി, ഓപ്ഷൻ ബി, ലങ് ഫംഗ്ഷൻ, ഓപ്ഷൻ സി, അപ്പിയറൻസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം, റിയാക്ഷൻ ആൻഡ് ഓർഡർ, ഓപ്ഷൻ ഡി, ഹാർട്ട് റേറ്റ്. എന്തറിയാൻ പറ്റും? ഓപ്ഷൻ സി അറിയാൻ പറ്റും. അപ്പിയറൻസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം, റിയാക്ഷൻ ആൻഡ് ഓർഡർ. Next question, what instrument is used in clinical laboratories to perform automated urine analyzing?
ഓട്ടോമേറ്റഡ് യൂറിൻ അനലൈസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണ് ക്ലിനിക്കൽ ലബോറട്ടറി യൂസ് ചെയ്യുന്നതെന്നാണ്. ഓപ്ഷൻ എ ബ്ലഡ് ഗ്യാസ് അനലൈസർ, ഓപ്ഷൻ ബി യൂറിൻ അനലൈസർ, ഓപ്ഷൻ സി ഇലക്ട്രോ കാർഡിയോഗ്രാം മെഷീൻ, ഓപ്ഷൻ ഡി MRI സ്കാൻ. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. യൂറിൻ അനലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്, യൂറിൻ അനലൈസർ ആണ്. അപ്പൊ പേരൊന്നും മറന്നു പോകരുത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പഠിക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റിനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പ്രിൻസിപ്പിൾ ഡസ് എ യൂറിൻ അനലൈസർ വർക്ക് ഓൺ? യൂറിൻ അനലൈസർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ. ഓപ്ഷൻ എ റേഡിയോഗ്രാഫിക് ഇമേജിംഗ്, ഓപ്ഷൻ ബി റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി, ഓപ്ഷൻ സി ജനറ്റിക് സീക്വൻസിങ്, ഓപ്ഷൻ ഡി മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് അനലൈറ്റ്സ് ക്യാൻ എ യൂറിൻ അനലൈസർ ഡിറ്റക്ട് ആൻഡ് ക്വാണ്ടിഫൈ? ഏത് തരത്തിലുള്ള അനലൈറ്റിക്സ് ആണ് ഈ ഒരു യൂറിൻ അനലൈസർ ഡിറ്റക്ട് ചെയ്യുന്നതും അതുപോലെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ DNA, ഓപ്ഷൻ ബി ഹോർമോൺ, ഓപ്ഷൻ സി ബിലിറുബിൻ, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, റെഡ് ബ്ലഡ് സെൽസ് എക്സെട്ര, ഓപ്ഷൻ ഡി ഇലക്ട്രോലൈറ്റ്സ്. ആരെയാണ്? ഓപ്ഷൻ സി ആണ്, ബിലിറുബിൻ, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്, റെഡ് ബ്ലഡ് സെൽസ് എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് യൂറിൻ സ്പെസിമെൻ? യൂറിൻ സ്പെസിമെന്റെ ടൈപ്പ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ റാൻഡം സ്പെസിമെൻ, ഓപ്ഷൻ ബി 48 അവർ സ്പെസിമെൻ, ഓപ്ഷൻ സി ഏർലി മോർണിംഗ് സ്പെസിമെൻ, ഓപ്ഷൻ ഡി 24 അവർ സ്പെസിമെൻ. ആരാണ്? ഓപ്ഷൻ ബി ആണ്, 48 അവർ സ്പെസിമെൻ ആണ് നമ്മുടെ ടൈപ്പ് ഓഫ് യൂറിൻ സ്പെസിമെൻ അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് യൂറിൻ അനാലിസിസ്? യൂറിൻ അനാലിസിസിന്റെ പ്രൈമറി ഫോക്കസ് എന്താണെന്നാണ്? ഓപ്ഷൻ എ ഡയഗ്നോസിംഗ് റെസ്പിറേറ്ററി ഡിസീസസ്, ഓപ്ഷൻ ബി ഇവാലുവേറ്റിംഗ് ബോൺ ഡെൻസിറ്റി, ഓപ്ഷൻ സി അസസിംഗ് കിഡ്നി ഫംഗ്ഷൻ ആൻഡ് ഡിറ്റക്ടിംഗ് അബ്നോർമാലിറ്റീസ്, ഓപ്ഷൻ ഡി സ്റ്റഡിങ് ബ്രെയിൻ ആക്ടിവിറ്റി. ഇപ്പൊ യൂറിൻ അനാലിസിസിന്റെ പ്രൈമറി ഫോക്കസ് എന്താണ്? ഓപ്ഷൻ സി ആണ്, അസസിംഗ് കിഡ്നി ഫംഗ്ഷൻ ആൻഡ് ഡിറ്റക്ടിംഗ് അബ്നോർമാലിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ലേബലിംഗ് എ യൂറിൻ സ്പെസിമൻ? ഒരു യൂറിൻ സ്പെസിമൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ലേബൽ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം അല്ലെങ്കിൽ അതിന്റെ പർപ്പസ് എന്താണെന്നാണ്? ഓപ്ഷൻ എ ടു കൺഫ്യൂസ് ലബോറട്ടറി പേഴ്സണൽ, ഓപ്ഷൻ ബി ടു എൻഷുർ പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ട്രാക്കിംഗ് ഓഫ് ദ സ്പെസിമൻ, ഓപ്ഷൻ സി ടു ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ദ യൂറിൻ, ഓപ്ഷൻ ഡി ടു സ്പീഡ് അപ്പ് അനലൈസ് പ്രോപ്പർട്ടീസ്. അപ്പോൾ യൂറിൻ നമ്മൾ സ്പെസിമൻ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലേബൽ ചെയ്യണം എന്ന് പറയുന്നതിന്റെ റീസൺ എന്താണ്? ആ ഒരു യൂറിൻ ഏത് പേഷ്യന്റിന്റെയാണ്, മെയിലിന്റെ ആണോ ഫീമെയിലിന്റെ ആണോ, എത്ര വയസ്സുള്ള ആളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് അതെല്ലാം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ? റിസൾട്ട് കിട്ടുള്ളൂ, റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ യൂറിന്റെ കാര്യം വിട്ടേക്കും, നമ്മളിപ്പോ ബ്ലഡ് എടുക്കുകയാണ്. ഇപ്പൊ ബ്ലഡിന്റെ ഇപ്പൊ തൈറോയ്ഡ് നോക്കാനാണ് നമ്മൾ ബ്ലഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ഏജ് ഗ്രൂപ്പിനും തൈറോയിഡിന്റെ നോർമൽ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരി ചെയ്യും. ഇപ്പൊ പേഷ്യന്റിന്റെ പേര് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, മെയിലോ ഫീമെയിലോ, മെയിൽ എന്ന് കൊടുത്തു. അപ്പൊ മെയിൽ എക്സ് എന്ന് പറയുന്ന പേഷ്യന്റിന് എന്താണ്, മെയിൽ പേഷ്യന്റിന് വയസ്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന്റെ നോർമൽ ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റുന്നത്? അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കണം. അപ്പൊ പ്രോപ്പർ ഐഡന്റിഫിക്കേഷനും അതുപോലെ സ്പെസിമെന്റിന്റെ ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടും റിസൾട്ടിന്റെ ആക്യുറസിക്ക് വേണ്ടിയിട്ടും നമുക്കിവിടെ റിസൾട്ട് ആക്യുറസി എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റിസൾട്ട് ആക്യുറസിക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്പെസിമെൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ലേബൽ ചെയ്യണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എ റാൻഡം യൂറിൻ സ്പെസിമെൻ? റാൻഡം യൂറിൻ സ്പെസിമെനിന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നാണ്? ഓപ്ഷൻ എ, ഇറ്റ് പ്രൊവൈഡ്സ് ദ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് സ്പെസിമെൻ, ഓപ്ഷൻ ബി ഇറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ഫോർ ഡയഗ്നോസിംഗ് kidney problems, option C it is collected at a specific time of a day, option D it is typically used for routine screening. ഇപ്പോൾ റാൻഡം യൂറിൻ സ്പെസിമെൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു റുട്ടീൻ സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ടാണ് റാൻഡം യൂറിൻ സ്പെസിമെൻ നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. സ്റ്റേറ്റ്മെന്റ് എ പറയുന്നു യൂറിൻ ഈസ് ഫോംഡ് ബൈ ദ ലിവർ. തെറ്റിപ്പോയി, യൂറിൻ ഈസ് ഫോംഡ് ബൈ ദി കിഡ്നീസ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, യൂറിൻ അനാലിസിസ് മെയിൻലി പ്രൊവൈഡ്സ് ജനറ്റിക് ഇൻഫർമേഷൻ. തെറ്റിപ്പോയി, ജനറ്റിക് അല്ല, നമുക്ക് പാത്തോളജിക്കൽ ഇൻഫർമേഷൻ ആണ് തരുന്നത്. ഓപ്ഷൻ സി, യൂറിൻ അനാലിസിസ് മെയിൻലി പ്രൊവൈഡ്സ് ഡയഗ്നോസ്റ്റിക് ആൻഡ് പ്രോഗ്നോസ്റ്റിക് ഇൻഫർമേഷൻ. ഒരു അസുഖമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത് ഏത് വെച്ചിട്ടാണ്? യൂറിൻ അനാലിസിസ് വെച്ചിട്ടാണ്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ ഒള്ളി എ അല്ല, ഒള്ളി ബി അല്ല, ഒള്ളി സി ആണ്, നൺ ഓഫ് ദി എബോ അല്ല. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു എ റാൻഡം യൂറിൻ സ്പെസിമെൻ ഈസ് കളക്റ്റഡ് അറ്റ് എ സ്പെസിഫിക് ടൈം ഓഫ് എ ഡേ.
തെറ്റിപ്പോയി. നമ്മൾ സ്പെസിഫിക് ടൈം അല്ല, എപ്പോൾ എനി ടൈം ഓഫ് ദ ഡേ ആണ്. ആ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്താണ് എടുക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു റാൻഡം യൂറിൻ സ്പെസിമെൻ ക്യാൻ ബി കളക്റ്റഡ് എനി ടൈം ഡ്യൂറിംഗ് ദ ഡേ. ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാം. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഏർലി മോർണിംഗ് യൂറിൻ സ്പെസിമെൻസ് ആർ ടിപ്പിക്കലി ലെസ് കോൺസെൻട്രേറ്റഡ്. തെറ്റിപ്പോയി, ഹൈ കോൺസെൻട്രേറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ മാത്രമാണ് ശരിയായിട്ട് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കാം. ഓപ്ഷൻ only 1 എന്താണ് ഇൻകറക്റ്റ് തന്നെയാണ്. only 2 ശരിയാണ്. only 2 അല്ല. പക്ഷെ ഇവിടെ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ബോത്ത് 1 and 3. 1ഉം 3ഉം ഇൻകറക്റ്റ് ആണ്. നമുക്ക് ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ 1ഉം 3ഉം കൊടുത്തേ പറ്റൂ. അപ്പൊ ഓപ്ഷൻ എ അല്ല, ഓൾ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ ഏതാണ്? സി ആണ്. ബോത്ത് 1 and 3 ആണ് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു ഏർലി മോർണിംഗ് യൂറിൻ സ്പെസിമെൻസ് ആർ ടിപ്പിക്കലി മോസ്റ്റ് കോൺസെൻട്രേറ്റഡ്. ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള യൂറിൻ എപ്പോഴാണ് കിട്ടുന്നത്? ഏർലി മോർണിംഗിലാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രിസർവേറ്റീവ്സ് ആർ ആഡഡ് ടു യൂറിൻ സ്പെസിമെൻസ് ടു എൻഹാൻസ് ബാക്ടീരിയൽ ഗ്രോത്ത്. തെറ്റാണ്. എൻഹാൻസ് ചെയ്യിക്കാനല്ല, പ്രിവെന്റ് ചെയ്യിക്കാനാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു പ്രിസർവേറ്റീവ്സ് ആർ ആഡഡ് ടു പ്രിവെന്റ് ചേഞ്ചസ് ഇൻ യൂറിൻ pH, ഓർഡർ ആൻഡ് ബാക്ടീരിയൽ ഗ്രോത്ത്. സ്റ്റേറ്റ്മെന്റ് അവിടെ എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ നമുക്കിവിടെ എയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്? നമുക്ക് ബോത്ത് എ ആൻഡ് സി, ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു എ ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് യൂറിൻ ഇൻക്ലൂഡ്സ് അസസ്മെന്റ് ഓഫ് അപ്പിയറൻസ്, സ്പെസിഫിക് ഗ്രാവിറ്റി, വോളിയം, റിയാക്ഷൻ ആൻഡ് ഓർഡർ. ശരിയാണ്. നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞ് ഒരുപാട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പൊ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് അറിയാമല്ലോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു യൂറിൻ അനലൈസേഴ്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ജനറ്റിക് സീക്വൻസിങ്. തെറ്റാണ്. ജനറ്റിക് സീക്വൻസ് വെച്ചിട്ടല്ല ആര് വർക്ക് ചെയ്യുന്നത്? യൂറിൻ അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. ഏതാണ് ആ ഒരു അപ്പൊ ആ മെത്തേഡോട് പറയാം. യൂറിൻ അനാലിസിസ് വർക്ക് ചെയ്യുന്നത് റിഫ്ലക്റ്റീവ് ഫോട്ടോമെട്രി ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് യൂറിൻ അനാലിസിസ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്റ്റൻസ് ഫോട്ടോമെട്രി. ഇവിടെ പറഞ്ഞ തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എയും സിയും ആണ് കറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ only ബി ആണ് ഇൻകറക്റ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ബോത്ത് എ ആൻഡ് ബി അല്ല, ബോത്ത് എ ആൻഡ് സി അല്ല, only ബി ആണ്. നൺ ഓഫ് ദീസ്. ഓപ്ഷൻ സി, only ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് 24-hour യൂറിൻ സ്പെസിമെൻ കളക്ഷൻ ഈസ് കോമൺലി പെർഫോംഡ് ഇൻ ക്ലിനിക്കൽ പത്തോളജി. ക്ലിനിക്കൽ പത്തോളജിയിൽ നമ്മൾ നോർമലി ഏത് ചെയ്യാറുണ്ട്? 24-hour സ്പെസിമെൻ കളക്ഷൻ ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താണ്? കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു യൂറിൻ അനലൈസിസ് പ്രൈമറിലി ഫോക്കസസ് ഓൺ അസസിങ് കാർഡിയാക് ഫംഗ്ഷൻ. കാർഡിയാക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖത്തിനല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂറിൻ അനാലിസിസ് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു ലേബലിംഗ് യൂറിൻ സ്പെസിമെൻസ് ഈസ് നോട്ട് നെസസറി ഇൻ ക്ലിനിക്കൽ പത്തോളജി. നെസസറി ആണ്. നമ്മൾ എന്ത് ചെയ്യുക? ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സ്പെസിമെൻ കളക്ഷൻ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ സ്പെസിമെൻ കളക്ഷനിൽ നമ്മൾ പഠിച്ചൊരു ഗൈഡ് ലൈൻ ആണ് എന്ത്? പ്രോപ്പർ ആയിട്ട് ലേബൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ബിയും സിയും റോങ് ആയിപ്പോയി. ഇവിടെ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പിക്ക് ചെയ്യാനാണ്. only എ മാത്രമേ കിട്ടിയുള്ളൂ. ബാക്കി ബി ആൻഡ് സി അല്ല, നൺ ഓഫ് ദീസ് അല്ല, ഓൾ ഓഫ് ദീസ് അല്ല. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലിനിക്കൽ പത്തോളജിയിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിക്കാനുള്ളത്. ഇനി യൂറിൻ അനാലിസിസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് യൂറിൻ അനാലിസിസും അവിടുത്തെ എന്താണ് ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ആ ഒരു നോട്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.